സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ താങ്കളുടെ ടാരോ അധ്യാപകൻ പ്രദീപ് ഹരിഹരൻ. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് ഇന്ന് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഈ ഊർജ്ജം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ് എന്ന് പറയുന്നൊരു കാർഡാണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ബ്ലോക്കേജാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ കാർഡ് എന്ത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത് ഊർജ്ജമാണ് താങ്കളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും. പശ്ചാത്തലത്തിൽ ഒരു കുതിര ചാടുന്നുണ്ട്, ഫ്രണ്ടിൽ ഒരു വ്യക്തി ഇരുന്നിട്ട് താളം പിടിക്കുന്നുണ്ട്. ആഘോഷത്തിൻ്റെ ഈ സെലിബ്രേഷൻ്റെ ഒരു കാർഡാണ്. പൊതുവേ കാർഡ് വരുമ്പോൾ ഒരുപാട് എനർജി നമുക്കുള്ളിൽ തോന്നും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും, ഒരുപാട് ഫോക്കസോടുകൂടി പെട്ടെന്ന് മുന്നോട്ട് കുതിക്കാൻ തോന്നും. അപ്പോൾ താങ്കളിലേക്ക് ഇന്ന് യൂണിവേഴ്സ് അയക്കുന്ന എനർജി എന്ന് പറയുന്നത് ചടപടലം താങ്കൾ വളരെ വേഗത്തിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. നല്ലൊരു കാര്യമാണ്. പല കാര്യങ്ങൾക്കും ഇന്ന് തീരുമാനിക്കാവുന്നൊരു ദിവസമാണ്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ഇതെല്ലാം ഹൈ എനർജി കാർഡാണ്. ഇതിപ്പോൾ നൈറ്റ് ആയിരുന്നു. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും വളരെ ചിന്തിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആഴത്തിൽ ദീർഘദർശിയായി നമ്മുടെ ലക്ഷ്യങ്ങൾ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഇന്ന് വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കാനാണ് പറയുന്നത്. ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്. എന്ത് ബ്ലോക്കേജാണ് ഇന്ന് നമുക്ക് നേരിടാൻ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. വിഷ്വൽ തിങ്കിങ് ആണ്. നമ്മൾ സ്വപ്ന ലോകത്തിൽ ഇരുന്ന് പോവുകയാണ്. നമുക്കിങ്ങനെ ആശയങ്ങൾ വരുന്നു, അത് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു, നമ്മൾ പുതിയൊരു ലോകത്തെത്തുന്നതിനെക്കുറിച്ച് അങ്ങനെ നമ്മൾ എന്താ പറയുക സ്വപ്ന ലോകത്തിരിക്കാൻ സാധ്യതയുണ്ട്. പേജ് എന്ന് പറയുന്നതും ഹൈ എനർജി കാർഡാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ തോന്നിയിട്ടില്ല. നമ്മളൊന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്നെല്ലാം തീരുമാനിക്കും, പ്ലാനൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് പറയും നാളെ ചെയ്യാം. നാളെ എന്ന് പറയുന്നത് ഗണപതി കല്യാണം പോലെയാണ്. നാളെ നീളെ എന്ന് പറയും. എന്താണെന്ന് നമ്മളോടുള്ള ആക്ഷൻ അല്ലെങ്കിൽ എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ 10 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 10 ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്, യാത്രയുടെ കാർഡാണ്, നീക്കത്തിൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും താങ്കൾ കുറേ നാളായിട്ടൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടരുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് ഇന്ന് താങ്കളെ യൂണിവേഴ്സ് അറിയിക്കുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.